ഉപദേശത്തിന്റെ തീർപ്പാണ്. അതിന് മാറ്റം വരികയില്ല. അത് ധാരണയില്ലല്ലോ. അത് തിരുവഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണല്ലോ അതിന് അടിസ്ഥാനമായി. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ വളരെ വ്യക്തമായി പറയുന്നു, നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ന്യായാസനമാകുന്ന കോടതിയിൽ നിൽക്കേണ്ടി വരും. കോടതിയുടെ ഭാഷ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കോടതി ഭാഷയില്ല. അവ നിൽക്കേണ്ടി വരും. നമ്മളെല്ലാവരും പ്രവേശിക്കണം, അപ്പോസ്തലന്മാരായിരിക്കണം. നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ പൗലോസില്ലല്ലോ. അതിലോ കണ്ണനേക വിശുദ്ധനും ഈ മാർഗത്തിന്റെ ഏറ്റവും വലിയ ഉന്നതമായ പൗലോസ് പറയാണ്, നമ്മൾ എല്ലാവരെയും ക്രിസ്തുവിന്റെ ന്യായാസനത്തിലുള്ള ദൈവത്തിൽ ഞാനുണ്ടാകാൻ നിൽക്കേണ്ടി വരും. ഇവിടെ ഇരിക്കുന്നതിന്റെ മനസ്സിലുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ വിശ്വാസത്തിന്റെ ആധാരവും പ്രത്യാശയുടെ സ്ഥിരീകരണവുമായ വാക്കാണ്. ദൈവം മാത്രമേ ഉള്ളൂ, മാറ്റമില്ലാത്ത ദൈവം. മറ്റേതൊക്കെ മാറിപ്പോകും. മൂന്നാം ഭാഗത്തിൽ നീ മക്കളെ കൊടിയിലേക്ക് മടങ്ങിച്ചേരുമാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വൈകില്ലെന്ന് നീ അവിടെ ചെയ്യുന്നു. നോക്കിയ ഒരു വാക്യത്തിൽ 2 ഡിവിഷൻ തിരിവിടുന്നു. ഒന്നാമത്തെ മണ്ണിൽ ജീവിച്ചവരായ ഇവിടെ ജീവിച്ചവരായ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മനുഷ്യപുത്രന്മാരെ ഈ മണ്ണിലേക്ക് തിരികെ ചേർന്നു. അടുത്ത വാക്ക്, ആ മനുഷ്യപുത്രന്മാരോട് തിരികെ വരികയെന്ന് നീ അവിടെ ചെയ്യുന്നു. അപ്പോഴേ നമ്മളിൽ നീ ഓടിക്കൊണ്ട് കല്ലറയിൽ ക്രിസ്തീയ സംസ്കാരത്തിലും കർത്താവിന്റെ പ്രമാണത്തിലും അടക്കം ചെയ്താൽ നിത്യ പർപ്പസ് അല്ല അവിടെ കിടക്കണം. പിന്നെ ഏതാ, ചില ദിവസങ്ങളോ അല്പ സമയങ്ങളോ കഴിയുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശയോടെ കടന്നുപോയ തന്റെ വിശുദ്ധന്മാരോട് ഇങ്ങനെ കർത്താവ് ആരുടെ ചെയ്യും, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ. ആ തിരികെ വരുവീൻ എന്ന് കേൾക്കുന്ന ശബ്ദമാണ് യാഗം കഴിച്ച് ദൈവത്തിന്റെ വിശുദ്ധന്മാരെ കേൾക്കുന്ന ശബ്ദം. അത് രണ്ടും ഒന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കാര്യമാണ്. അപ്പൊ അത് നമുക്കൊരു തിരിച്ചുവരവുണ്ട്. അത് നമുക്ക് പ്രത്യാശിക്കാം. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യൻ മണ്ണിലെടുത്തത് മണ്ണിൽ പോകുമെന്നാൽ അതേ ശരീരം മണ്ണിൽ ഇന്നും കിടക്കുകയില്ല. ആത്മാവ് അധികാരം പ്രാപിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് വേണ്ടി ഉള്ളിൽ ഇറങ്ങുന്നവരാണ്. ആ വീണ്ടെടുപ്പിന്റെ പ്രത്യാശയുള്ളവരാണ്. അതേത് സമയത്തും അതുണ്ടാകാം. അത് കേൾക്കാൻ ഒരുക്കമുള്ളവരായിരിക്കുക. അത് മണ്ണിൽ ചേരുന്നതല്ല, അത് തിരിച്ചവിടെ തന്നെ ചെല്ലും. അതാണ് മരണാനന്തരം സംഭവിക്കുന്നത്. ശിവോച്ചാനെ ഇപ്പൊ പഠിച്ചാൽ ഇവിടെ അബ്സെന്റാണ്, എന്നാൽ അവിടെ പ്രസന്റാണ്. എന്തുകൊണ്ട്? അയച്ച് ആത്മാവ് കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നു എന്നുള്ളത് ക്രിസ്തീയ പ്രമാണത്തിന്റെ വെള്ളത്തായ അടിത്തറയാണ്. മരണാനന്തരം പോലെ ശരീരത്തിൽ നിന്നുള്ള ആ വേർപാട് അത് പ്രത്യേകം ഓർത്തു മനസ്സിലാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഉദ്ദേശിച്ചതുപോലെ സ്വർഗീയ പദവിയിൽ നമ്മൾ ധരിക്കോ, ഇത് നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ വിശ്വാസമാണ്. ഈ വ്യവസ്ഥിതിക്ക് വിധേയമായി അതേ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടേയുള്ള ദൈവമക്കളെ ഘട്ടങ്ങൾ തീരാറായി, വേദനകൾ തീരാറായി, സങ്കടങ്ങളെല്ലാം തീരാറായി. കർണാടകത്തിൽ കഴിഞ്ഞുപോയ നമ്മുടെ വിശുദ്ധന്മാർ ഓരോരുത്തരാണ് അങ്ങോട്ട് പോയത്. എന്നാൽ ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ദൈവത്തിരിക്കുന്ന പ്രത്യാശയ്ക്കും ഭാഗ്യത്തിനുമായി സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലങ്ങളും കടന്നു നന്നായി ഓരോ സമർപ്പണത്തിന്റെ അവസരമാകട്ടെ. ജാതിയുമോ സമൂഹമോ ഏതെങ്കിലുമാകട്ടെ, അവനെ കേൾക്കുന്ന അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാം. ഇന്ന് ആ പുത്രന്റെ ഭാവിയിൽ വരുവാൻ യേശുവിന്റെ കാൽവരി മരണം ആ പരമയാക വേണ്ടി നിങ്ങളെ രക്ഷയ്ക്കാണെന്ന് വിശ്വസിച്ച് ആ രക്ഷിതാവിനെ കണ്ടെത്തുവാനിടയായാൽ നിത്യനരകം മാറി നിത്യ സ്വർഗത്തിന്റെ അവകാശങ്ങളായി തീരുവാൻ ദൈവം നമുക്ക് പറ്റിയിരിക്കുന്ന ആ മഹാപദവിക്കായ സ്തോത്രം അതിൽ കുറച്ച് നമ്മൾ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമുക്കെല്ലാം ഇടയാക്കട്ടെ എന്ന് അതേ പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും ആ നിലയിൽ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അതേ നമ്മുടെ ചിന്തിക്കുന്നു. അതേ കുടുംബങ്ങൾ, മക്കൾ, കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, ബന്ധപ്പെട്ട എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിച്ച് ആശ്ലേഷിക്കുമാറാകട്ടെ എന്ന അതേ ആശ്വാസബന്ധനങ്ങളോടുകൂടി ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനായി സമർപ്പിച്ച് പ്രത്യാശയോടെ തന്നെയാണ് പോവുകയാണ്. അതിനുശേഷം സെമിത്തേരിയിലുള്ള ശുശ്രൂഷയിലേക്ക് ബോഡി കൊണ്ടുപോകുന്ന അവസരമാണ്. ഇതിനോടടുത്ത് തന്നെ ചർച്ചിന്റെ സെമിത്തേരി, അതിലെ ഈ 2 വീലർ 4 വീലർ വാഹനങ്ങളിൽ പോകുന്ന പ്രിയപ്പെട്ടവരുടെ അറിവിലേക്ക്
ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആത്മാവാം വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പിൻ തന്നിന്ദമൊഴി കേൾപ്പിൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു